ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള മലിനീകരണ തോത് കുറയ്ക്കുന്നതിന് ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഡൽഹി സർക്കാർ. എയർക്രാഫ്റ്റുകൾ ഇതിനോടകം 4 പരീക്ഷണ പറക്കലുകൾ നടത്തിക്കഴിഞ്ഞു. കാലാവസ്ഥാ വകുപ്പിന്റെ അനുമതിയാണ് ഇനി വേണ്ടത്. നിലവിൽ ക്ലൗഡ് സീഡിംഗിനുള്ള വിമാനങ്ങൾ മീററ്റിൽ തമ്പടിച്ചിരിക്കുകയാണ്. അനുമതി ലഭിച്ച ശേഷം മാത്രം കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദീപാവലി കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ ട്രയൽ നടത്തും. മേഘങ്ങളിൽ സിൽവർ അയനൈഡ് വിതച്ച് മഴ പെയ്യിക്കുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ്. IIT കാൺപൂരുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. മോഡിഫൈ ചെയ്ത സെസ്ന 206H എന്ന എയർക്രാഫ്റ്റാണ് ഈ ഉദ്യമത്തിനായി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ 500 മീറ്ററിനും 6000 മീറ്ററിനും ഇടയിൽ കാണുന്ന നിംബോസ്ട്രാറ്റസ് മേഘങ്ങളെയാണ് ക്ലൗഡ് സീഡിങ്ങിന് തിരഞ്ഞെടുക്കുന്നത്. മെയ്യിൽ കൃത്രിമ മഴ പെയ്യിക്കുന്നതിനായി ഡൽഹി ക്യാബിനറ്റ് 3.21 കോടി രൂപ അനുവദിച്ചിരുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ ട്രയൽ റൺ നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മൺസൂൺ മഴ കാരണം മാറ്റിവെക്കുകയായിരുന്നു. ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അന്നും അപ്രതീക്ഷിതമായി മഴ കാരണം ഇത് മുടങ്ങി.